90+ മൈ ട്യൂഷൻ ആപ്പ് ഇന്ത്യയിൽ ഏറ്റവും ചിലവ് കുറഞ്ഞതും ക്വാളിറ്റി ഉള്ളതുമായ എഡ്യൂക്കേഷണൽ ആപ്പ്. നമസ്കാരം, 100 ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. ചൊവ്വാഴ്ച ബൂത്തിലെത്തുക. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകൾ. നാളെ നിശബ്ദ പ്രചാരണം. തപാൽ വോട്ടിൽ ആശയക്കുഴപ്പമില്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. പ്രത്യേക പോളിംഗ് ടീമിന് വീടുകളിൽ എത്താൻ കഴിയുന്നില്ലെങ്കിൽ റിട്ടേണിംഗ് ഓഫീസർ തപാലിൽ എത്തിച്ചു നൽകുമെന്ന് വി ഭാസ്കരൻ. ഫലപ്രഖ്യാപനം വൈകില്ലെന്നും വി ഭാസ്കരൻ 24നോട്. കോവിഡ് വ്യാപനത്തിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി. വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ രോഗവ്യാപന തോത് കുറയ്ക്കാനാകും. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണെന്നും മന്ത്രി. എം ശിവശങ്കറുടെ വിജിലൻസ് കുരുക്ക്. ലൈഫ് മിഷന് പുറമെ കൂടുതൽ കരാറുകൾ യൂണിറ്റാക്കിന് ശിവശങ്കർ വാഗ്ദാനം ചെയ്തുവെന്ന് കണ്ടെത്തൽ. സ്വർണ്ണക്കടത്ത് കേസിൽ UAE കോൺസൽ ജനറലിനെയും അറ്റാഷയെയും ചോദ്യം ചെയ്യാൻ കസ്റ്റംസ്. കേസിൽ NIA അന്വേഷണം പ്രതിസന്ധിയിൽ. തീവ്രവാദ ഫണ്ടിങ്ങിന് തെളിവ് ലഭിച്ചില്ലെന്ന് സൂചന. സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴിയിൽ മന്ത്രിമാരുടെ പേരുണ്ടെന്ന് BJP. കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ചൊവ്വാഴ്ചത്തെ ഭാരത് ബന്ദിന് കോൺഗ്രസ് അടക്കം 14 രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ. ബന്ദ് ദിവസം ഉച്ചയ്ക്ക് 3 മണിവരെ കടകൾ അടച്ചിടാൻ കർഷക സംഘടനകൾ വ്യാപാരികളോട് അഭ്യർത്ഥിച്ചു. ബുധനാഴ്ച കേന്ദ്ര സർക്കാരുമായി നടക്കുന്ന കൂടിക്കാഴ്ചയിലും കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന നിലപാടിൽ സംഘടനകൾ ഉറച്ചു നിൽക്കും. ഡൽഹിയുടെ അതിർത്തികളിൽ കൂടുതൽ കമ്പനി കേന്ദ്രസേനയെ നിയോഗിച്ചു. സംസ്ഥാനത്ത് 4777 പേർക്ക് കൂടി കോവിഡ്. 4120 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 5217 പേർക്ക് രോഗമുക്തി. 28 മരണം കൂടി സ്ഥിരീകരിച്ചു. പള്ളിത്തർക്കത്തിൽ പ്രത്യക്ഷ സമരവുമായി യാക്കോബായ സഭ. 52 പള്ളികൾക്ക് മുന്നിൽ സമരം തുടങ്ങി. നിയമനിർമ്മാണം വേണമെന്ന് യാക്കോബായ വിഭാഗം. നഷ്ടപ്പെട്ട പള്ളികളിൽ അടുത്ത ഞായറാഴ്ച പ്രവേശിക്കുമെന്ന് യാക്കോബായ വിഭാഗം. സമാധാനപരമായി പ്രാർത്ഥിക്കാൻ വരുന്നവരെ സ്വാഗതം ചെയ്യുമെന്ന് ഓർത്തഡോക്സ് സഭ. രാജ്യത്ത് അടിയന്തര ഉപയോഗത്തിന് അനുമതി തേടിയ ഫൈസറിന്റെ അപേക്ഷ 90 മാസത്തിനുള്ളിൽ പരിഗണിക്കുമെന്ന് DCGI. മരുന്ന് വിതരണത്തിന് അനുമതി തേടിയുള്ള അപേക്ഷയും പരിഗണനയിൽ. ഇന്ത്യയിൽ അടിയന്തര കോവിഡ് വാക്സിൻ ഉപയോഗത്തിന് അനുമതി തേടുന്ന ആദ്യ കമ്പനിയാണ് കോവിഡ് വാക്സിൻ നിർമ്മാതാക്കളായ ഫൈസർ ബയോഎൻടെക്. രാജ്യത്ത് 24 മണിക്കൂറിടെ 36,011 പോസിറ്റീവ് കേസുകളും 482 മരണവും. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് വിവാദത്തിൽ രാഷ്ട്രീയ പോര് കടുക്കുന്നു. ഗോൾവാൾക്കർ രാജ്യസ്നേഹിയെന്ന് വി മുരളീധരൻ. കായിക താരമായിട്ടാണോ ജലോത്സവത്തിന് ജവഹർലാൽ നെഹ്റുവിന്റെ പേര് നൽകിയതെന്നും കേന്ദ്രമന്ത്രിയുടെ ചോദ്യം. കേരളം നവോത്ഥാനത്തിന്റെ നാടെന്ന് വിജയരാഘവൻ. നീക്കം ക്രൂരമെന്ന് പന്ന്യൻ രവീന്ദ്രൻ. CPIM കളമശ്ശേരി മുൻ ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈനെതിരായ പാർട്ടി അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. സക്കീർ ഹുസൈൻ വൻതോതിൽ സ്വത്ത് സമ്പാദനം നടത്തിയെന്ന് പാർട്ടി കണ്ടെത്തൽ. പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ച് വിദേശയാത്ര നടത്തിയെന്നും റിപ്പോർട്ട്. ദുബായിലേക്കെന്ന് പറഞ്ഞ് സക്കീർ ഹുസൈൻ ബാങ്കോക്കിലേക്ക് പോയി. 10 വർഷത്തിനുള്ളിൽ കളമശ്ശേരി മേഖലയിൽ 4 വീടുകൾ വാങ്ങിയെന്നും പാർട്ടി റിപ്പോർട്ട്. സക്കീർ ഹുസൈനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരാതി നൽകി. ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സമദൂര നിലപാടെന്ന് CK ജാനു. പ്രാദേശികാടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി. പ്രാദേശികമായി ചേർന്ന് പോകാവുന്നവർക്കൊപ്പം നിൽക്കുമെന്ന് CK ജാനു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി LDFനൊപ്പമായിരുന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. അടുത്തിടപഴകിയവർ സ്വയം നിരീക്ഷണത്തിൽ പോകണമെന്ന് മന്ത്രി. ഇന്ധനവില 2 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ. പെട്രോളിന് 27 പൈസയും ഡീസലിന് 31 പൈസയും കൂട്ടി. 15 ദിവസത്തിനിടെ പെട്രോളിന് കൂട്ടിയത് 2 രൂപ 40 പൈസയും ഡീസലിന് കൂട്ടിയത് 3 രൂപ 36 പൈസയും. സംസ്ഥാനത്ത് പലയിടത്തും പെട്രോൾ വില 85 രൂപ കടന്നു. മുഖം നഷ്ടപ്പെട്ട നേതാവാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പിണറായി കേരളത്തിലെ വെറുക്കപ്പെട്ട മുഖ്യമന്ത്രി. വെൽഫെയർ പാർട്ടി ബന്ധം അടഞ്ഞ അധ്യായമാണ്. വിഷയത്തിൽ KPCC നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ചലച്ചിത്ര നിർമ്മാതാവ് S. സുബ്രഹ്മണ്യം കുമാർ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. ചലച്ചിത്ര നിർമ്മാതാവ് P. സുബ്രഹ്മണ്യത്തിന്റെ മൂത്ത മകനാണ്. നേമം മെറിലാൻഡ് സ്റ്റുഡിയോയിൽ നാളെ വൈകിട്ട് 3 മണിക്ക് സംസ്കാരം. ദേശീയ വാർത്തകൾ. തമിഴ്നാട്ടിൽ 1320 പേർക്ക് കൂടി കോവിഡ്. 1398 പേർക്ക് രോഗമുക്തി. 24 മണിക്കൂറിടെ 16 മരണം. കശ്മീരിലെ ശ്രീനഗർ ജില്ലയിലെ സസ്ഗർപോറ പ്രദേശത്ത് സുരക്ഷാ സേനയ്ക്കെതിരെ ഭീകരാക്രമണം. ആക്രമണത്തിൽ ഒരു പോലീസുകാരനും പ്രദേശവാസിക്കും പരുക്ക്. ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ.
അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് തോൽക്കാൻ കാരണം കോവിഡ് പ്രതിരോധത്തിലെ അശാസ്ത്രീയതയെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ. കോവിഡ് സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അമേരിക്കയെന്നും ജെ.പി. നദ്ദ. റഷ്യയുടെ കോവിഡ് വാക്സിൻ സ്പുട്നിക് 5ന്റെ പരീക്ഷണം പൂനെയിൽ നടത്തുന്നു. 17 പേരിൽ വാക്സിൻ പരീക്ഷണം നടത്തി. സ്പുട്നിക് 5ന്റെ 100 മില്യൺ ഡോസ് മരുന്നുകളാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡൽഹിയിൽ നിരോധിത സംഘടനയായ സ്റ്റുഡന്റ്സ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ പ്രവർത്തകൻ പിടിയിൽ. ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലിന്റെ അറസ്റ്റിലായത് അബ്ദുള്ള ഡാനിഷ്. ഇയാൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസ്. മഹാരാഷ്ട്രയിൽ മകളെ പീഡിപ്പിച്ച കേസിൽ രണ്ടാനച്ഛൻ പിടിയിൽ. 6 വയസ്സുകാരി 1 വർഷമായി രണ്ടാനച്ഛൻ പീഡിപ്പിച്ചിരുന്നതായി പോലീസ്. ഇയാൾക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു. അസം ബജ്രംഗ് ദൾ നേതാവ് മിഥുൻ നാഥിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട അസമിലെ കാച്ചർ ജില്ലാ ഭരണകൂടം. നടപടി ഹിന്ദുക്കൾ ക്രിസ്മസിന് ദേവാലയം സന്ദർശിച്ചാൽ തക്കതായ പ്രതിഫലം നൽകേണ്ടി വരുമെന്ന ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ. ബജ്രംഗ് ദൾ നേതാവിന്റെ പ്രസ്താവന വിവാദമായിരുന്നു. ജമ്മുകശ്മീരിലെ വിവിധയിടങ്ങളിൽ ഹിമപാതത്തിന് സാധ്യത. രജൌരി, റംബാൻ, ബാരാമുള്ള പ്രദേശങ്ങളിൽ യെല്ലോ അലർട്ട്. ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ച് ദുരന്ത നിവാരണ സേന. പ്രശസ്ത ബംഗാളി നടൻ മനു മുഖർജി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്ന്. ഉത്തർപ്രദേശ് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റുമാരെ നിയമിച്ച അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി. രാം സജീവോ നിർമ്മൽ, തനൂജ് പൂനിയ, യോഗി ജാദവ് എന്നിവരാണ് ചുമതലയേറ്റത്. നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമപ്രകാരം ഉത്തർപ്രദേശിൽ 2 പേർ കൂടി അറസ്റ്റിൽ. പിടിയിലായത് ഹിന്ദു യുവതിയെ വിവാഹം ചെയ്ത് മുസ്ലിം യുവാവും സഹോദരനും. വിവാഹം നടന്നത് ജൂലൈയിൽ. രാജ്യത്ത് 2500-ലധികം കോടതി സമുച്ചയങ്ങളിൽ വീഡിയോ കോൺഫറൻസ് ക്യാബിനുകൾ ഒരുക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ഇതിനായുള്ള തുക സുപ്രീം കോടതിയുടെ ഈ കമ്മിറ്റി നൽകും. കർഷക സമരത്തിൽ എൻസിപി നേതാവ് ശരത് പവാർ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദിനെ കാണും. ഈ മാസം 9-നാണ് കൂടിക്കാഴ്ച. കർഷക സമരത്തെ ഗൌരവത്തോടെ കാണണമെന്ന് കേന്ദ്രത്തോട് ശരത് പവാർ. ആന്ധ്രാപ്രദേശിൽ തളർച്ച അനുഭവപ്പെട്ടതിനെ തുടർന്ന് 227 പേർ ആശുപത്രിയിൽ. രോഗകാരണം വ്യക്തമല്ല. അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. രോഗ ഉറവിടം ജലമലിനീകരണമാകാമെന്ന് സംശയിക്കുന്നതായി മെഡിക്കൽ സംഘം. റിയൽ എസ്റ്റേറ്റ് കമ്പനി യൂണിടെക് കമ്പനി ഉടമ രമേശ് ചന്ദ്രയ്ക്കും മക്കൾക്കുമെതിരെ കേസെടുത്ത് CBI. 198 കോടിയുടെ ബാങ്ക് തട്ടിപ്പ് നടത്തിയെന്ന് കേസ്. 2007 മുതൽ സൈപ്രസിലെ വിവിധ കമ്പനികളിലായി 1800 കോടിയുടെ നിക്ഷേപം നടത്തിയെന്നും റിപ്പോർട്ട്. ചെന്നൈ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 15 ലക്ഷത്തിന്റെ സ്വർണം പിടികൂടി. മെഡിക്കൽ ബാൻഡേജിലും ജീൻസിലും ഒളിപ്പിച്ചാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്. രാമനാഥപുരം സ്വദേശിയായ 27-കാരൻ പിടിയിൽ. ഉത്തരാഖണ്ഡിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് കോവിഡ് വാക്സിൻ വിതരണം ചെയ്യാൻ തീരുമാനം. പരീക്ഷണാടിസ്ഥാനത്തിൽ ഡെഹ്റാഡൂണിൽ നിന്ന് മുസോറിയിലേക്ക് ഐസ് ബോക്സിൽ വാക്സിൻ എത്തിച്ചു. ഈ മാർഗം ഉപയോഗിക്കുന്നത് വഴി പണവും സമയവും ലാഭിക്കാമെന്ന് ഡ്രോൺ ആപ്ലിക്കേഷൻ ആൻഡ് റിസർച്ച് സെന്റർ. കാർഷിക നിയമങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ ഖേൽ രത്ന പുരസ്കാരം തിരികെ നൽകുമെന്ന് ബോക്സിംഗ് താരം വിജേന്ദർ സിംഗ്. സിംഗുവിൽ കർഷക പ്രതിഷേധ റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു വിജേന്ദർ സിംഗ്. സമരത്തിന് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും താരം. അന്തർദേശീയ വാർത്തകൾ. മെക്സിക്കോയിൽ 11,625 പേർക്ക് കൂടി കോവിഡ്. 593 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് നിലവിൽ ചികിത്സയിലുള്ളത് 19 ലക്ഷത്തിലധികം പേർ. ഫ്രാൻസിൽ സുരക്ഷാ നിയമങ്ങൾക്കെതിരായുള്ള സമരത്തിൽ വിവിധയിടങ്ങളിൽ സംഘർഷം. പാരീസിൽ സുരക്ഷാ സേനയും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടി. നിരവധി പേരെ അറസ്റ്റ് ചെയ്ത് സുരക്ഷാ സേന. ചാന്ദ്ര പര്യവേഷണം പൂർത്തിയാക്കി ചൈനയുടെ ചാങ്വ 5 ഭൂമിയിലേക്ക് തിരിച്ചു. ചന്ദ്രനിൽ നിന്ന് മണ്ണും പാറയുടെ സാമ്പിളും ശേഖരിച്ചാണ് ചൈനീസ് പേടകം തിരിച്ചുവരുന്നത്. കഴിഞ്ഞ മാസം 23-നാണ് പേടകം വിക്ഷേപിച്ചത്. 18 മീറ്റർ ഉയരമുള്ള ഭീമൻ റോബോട്ടുമായി ജപ്പാൻ. മൊബൈൽ സ്യൂട്ട് ഗൺഡാം TV സീരീസിന്റെ 40-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് റോബോട്ടിന്റെ നിർമ്മാണം. ന്യൂയോർക്കിൽ 128 വർഷം പഴക്കമുള്ള പള്ളിക്ക് തീപിടിച്ചു. തീപിടിച്ചത് മിഡിൽ കൊളീജിയറ്റ് പള്ളി കെട്ടിടത്തിന്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് 13,000-ഓളം താമസക്കാരെ ഒഴിപ്പിക്കുന്നു. നടപടി 2ാം ലോക യുദ്ധത്തിലെ സ്ഫോടക വസ്തു കണ്ടെത്തിയതിനെ തുടർന്ന്. കെട്ടിട നിർമ്മാണം നടക്കുന്ന മേഖലയിൽ നിന്ന് കണ്ടെത്തിയ 500 കിലോഗ്രാം ഭാരമുള്ള ബോംബ് നിർവീര്യമാക്കി. കോവിഡ് പശ്ചാത്തലത്തിൽ 2030-ഓടെ ലോകത്ത് ദാരിദ്ര്യം രൂക്ഷമാകുമെന്ന് ഐക്യരാഷ്ട്ര സംഘടന. 207 ദശലക്ഷം പേരെ ദാരിദ്ര്യം രൂക്ഷമായി ബാധിക്കും. സാഹചര്യത്തെ അതിജീവിക്കാൻ പ്രയാസമാണെന്നും ഐക്യരാഷ്ട്ര സംഘടന. ഇസ്രയേലിൽ അഴിമതി കേസിൽ വിചാരണ നേരിടുന്ന പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു സ്ഥാനമൊഴിയണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം. 30 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തത് നെതന്യാഹുവിന്റെ വസതിക്ക് മുന്നിൽ തടിച്ചുകൂടിയ പ്രതിഷേധക്കാരെ.
കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരിൽ നിന്ന് രോഗം പകരുന്നുണ്ടോ എന്നത് പരിശോധിക്കണമെന്ന് വാക്സിൻ നിർമ്മാതാക്കളായ ഫൈസർ. വിഷയത്തിൽ കൂടുതൽ പഠനം വേണമെന്ന് ഫൈസർ കമ്പനി ചെയർമാൻ ആൽബർട്ട് ബൗർല. പാകിസ്ഥാനിൽ ഓക്സിജൻ ലഭിക്കാതെ കോവിഡ് ബാധിതർ മരിച്ചു. അപകടം പെഷാവറിലെ സ്വകാര്യ ആശുപത്രിയിൽ. മരിച്ചത് കോവിഡ് ചികിത്സയിലുണ്ടായിരുന്ന 7 പേർ. തെക്കൻ ജർമ്മനിയിൽ കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നു. പൊതു ആഘോഷങ്ങൾക്ക് കർശന നിയന്ത്രണം. തീരുമാനം ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ. പുതിയ നിയന്ത്രണം ജാനുവരി 5 വരെ. തുർക്കിയിൽ മെഡിറ്ററേനിയൻ തീരത്ത് ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5.5 തീവ്രത രേഖപ്പെടുത്തി. ആളപായമില്ലെന്ന് റിപ്പോർട്ട്. ഇറാൻ മുൻ വൈസ് പ്രസിഡന്റ് ഷാഹിൻ ദോഖ്ത് മൊള്ളവർദിക്ക് തടവ് ശിക്ഷ. 30 മാസത്തെ തടവിന് വിധിച്ച് ഇറാനിയൻ കോടതി. നടപടി ഔദ്യോഗിക വിവരങ്ങൾ വിദേശീയർക്ക് ചോർത്തി നൽകിയെന്ന ആരോപണത്തിൽ. ഇന്തോനേഷ്യയിൽ കോവിഡ് സഹായ വിതരണത്തിൽ അഴിമതി എന്ന ആരോപണം. സാമൂഹ്യകാര്യമന്ത്രി ജൂലിയാര ബട്ടുബാരയെ അഴിമതി വിരുദ്ധ കമ്മീഷൻ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തു. സാമൂഹ്യ സഹായ പാക്കേജിലെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിതരണം ചെയ്തതിൽ മന്ത്രി കൈക്കൂലി വാങ്ങിയെന്ന് കമ്മീഷൻ. അർജന്റീനയിൽ കോവിഡ് പ്രതിസന്ധി മറികടക്കാൻ സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ച സർക്കാർ. പാക്കേജിൽ ആരോഗ്യ മേഖലയ്ക്കും തകർച്ച അനുഭവിക്കുന്ന വ്യവസായങ്ങൾക്കും മുൻഗണന നൽകുമെന്ന് സർക്കാർ. വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഓസ്ട്രേലിയയിലെ ഫ്രേസർ ദ്വീപിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുന്നു. തീരുമാനം കാട്ടുതീ ഭീഷണിയെ തുടർന്ന്. സമീപ ദ്വീപുകളിലുണ്ടായ കാട്ടുതീയിൽ വൻ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിരുന്നു. ലോകത്താദ്യമായി പ്രകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ നിർമ്മിച്ച ചൈനീസ് ശാസ്ത്രജ്ഞർ. ക്ലാസിക്കൽ സൂപ്പർ കമ്പ്യൂട്ടറുകളെക്കാൾ വേഗത്തിൽ ഇവ പ്രവർത്തിക്കും. കൈവരിച്ചത് ഏറ്റവും വലിയ നേട്ടമെന്ന് അധികൃതർ. ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം നടത്തിയതിനെ തുടർന്ന് അറസ്റ്റിലായ 3 പേരുടെ ഹർജി പുനഃപരിശോധിക്കാമെന്ന് കോടതി. യുവാക്കളായ 3 പേർക്കെതിരെയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും പിന്നീട് റദ്ദാക്കുകയും ചെയ്തിരുന്നു. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പങ്കാളികളായി പൊതുമുതൽ നശിപ്പിച്ചുവെന്നായിരുന്നു കേസ്. കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കി ദക്ഷിണ കൊറിയ. കോവിഡ് കണക്കുകൾ 9 മാസത്തിനിടെ ഏറ്റവും ഉയർന്ന നിലയിൽ. വിവിധയിടങ്ങളിൽ നിരോധനാജ്ഞ. കടകൾ തുറക്കുന്നതിനും ഗതാഗതത്തിനും നിയന്ത്രണം. രോഗം ബാധിച്ചവരിൽ ഏറെയും തലസ്ഥാനമായ സിയോളിൽ നിന്നുള്ളവർ. ദുബായിലെ താമസക്കാരിൽ 30% പേർ പ്രമേഹ രോഗികളോ രോഗത്തിന്റെ പ്രഥമ ഘട്ടത്തിലോ ഉള്ളവരോ ആണെന്ന് ദുബായ് ഹെൽത്ത് അതോറിറ്റി. ദുബായ് സ്റ്റാറ്റിസ്റ്റിക്സ് സെന്ററുമായി ചേർന്ന് DHA നടത്തിയ സർവേയിലാണ് കണ്ടെത്തൽ. സംയുക്ത സൈനികാഭ്യാസത്തിനൊരുങ്ങി ജപ്പാൻ, ഫ്രാൻസ്, അമേരിക്ക എന്നീ രാജ്യങ്ങൾ. ഇതാദ്യമായാണ് ഈ രാജ്യങ്ങൾ തമ്മിൽ സൈനികാഭ്യാസം നടത്തുന്നത്. അടുത്ത വർഷം മെയ്യിലായിരിക്കും പരിശീലനം. ചൈനയുടെ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കുകയാണ് ലക്ഷ്യമെന്ന് ജപ്പാൻ പ്രതിരോധ മന്ത്രാലയം. എന്റർടൈൻമെന്റ് ന്യൂസ്. കോവിഡിന്റെ മറവിൽ പ്രവാസികളെ ചൂഷണം ചെയ്യുന്ന റാക്കറ്റുകളെ കുറിച്ചൊരു ചിത്രം. മെമ്മറി ഓഫ് മർഡർ എന്ന പേരിൽ ചിത്രം പ്രദർശനത്തിനൊരുങ്ങി. അരുൺ രാജാണ് ചിത്രത്തിന്റെ സംവിധായകനും ഛായാഗ്രാഹകനും. പ്രഭാഷ് പ്രഭാകറാണ് തിരക്കഥയൊരുക്കിയത്. സ്പോർട്സ് വാർത്തകൾ. ഓസ്ട്രേലിയക്കെതിരായ 2ാം T20 മത്സരത്തിൽ ഇന്ത്യക്ക് 6 വിക്കറ്റ് ജയം. 195 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങി ഇന്ത്യ 2 പന്ത് ശേഷിക്കെ ലക്ഷ്യം കണ്ടു. ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്ക 1ാം ഏകദിന മത്സരം ഉപേക്ഷിച്ചു. തീരുമാനം ഇരു ടീമിലെയും താരങ്ങൾക്ക് കോവിഡ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ. IFA ഷീൽഡ് ടൂർണമെന്റിൽ ഗോകുലം കേരള FCക്ക് തോൽവി. യുണൈറ്റഡ് സ്പോർട്സ് ക്ലബ്ബ് എതിരില്ലാത്ത 1 ഗോളിന് ഗോകുലം FCയെ പരാജയപ്പെടുത്തി. 93ാം മിനിറ്റിൽ ബ്രൈറ്റ് മിഡിൽട്ടനാണ് യുണൈറ്റഡ് സ്പോർട്സിനായി ഗോൾ നേടിയത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആദ്യ 2 സ്ഥാനക്കാർ ഇന്ന് ഏറ്റുമുട്ടും. ലിവർപൂൾ ടോട്ടനത്തെ നേരിടും. മത്സരം ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക്. ISL ഇന്നത്തെ ആദ്യ മത്സരത്തിൽ മുംബൈ സിറ്റിക്ക് വിജയം. ഒഡീഷ FCയെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ചു. മുംബൈക്കായി ബർത്തലോമ ഓഗ്ബച്ചെ, റോൾവിൻ ബോജസ് എന്നിവർ ഗോൾ നേടി. തിരുവനന്തപുരം ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ജില്ലാ കളക്ടർ നവ്ജോത് ഖോസെ. ആരോഗ്യവകുപ്പ് നൽകിയ കോവിഡ് ബാധിതരുടെ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ 5500 പേർക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കി. ലിസ്റ്റിൽ ഇടം നേടാത്തവർക്ക് തപാൽ മുഖേന ബന്ധപ്പെട്ട രേഖകൾ അയച്ചു നൽകുമെന്നും കളക്ടർ. കൊല്ലം ജില്ലയിൽ 380 പേർക്ക് കൂടി കോവിഡ്. 378 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. 2 പേരുടെ രോഗ ഉറവിടം അവ്യക്തം. ജില്ലയിൽ 2 കോവിഡ് മരണം കൂടി സ്ഥിരീകരിച്ചു. അഞ്ചൽ പഞ്ചായത്തിലെ അഗസ്ത്യക്കോട് വാർഡിലെ UDF സ്ഥാനാർത്ഥി ഷീജയുടെ കാറിന് നേരെ ആക്രമണം. CPIM-കാരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് UDF ആരോപണം. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് UDF-ന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പത്തനംതിട്ട ജില്ലയിൽ 197 പേർക്ക് കൂടി കോവിഡ്. 183 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 49 പേരുടെ രോഗ ഉറവിടം അവ്യക്തം. പത്തനംതിട്ട ജില്ലയിലെ സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റ് വിതരണം വേഗത്തിലാക്കാൻ അധിക ടീമുകളെ നിയോഗിച്ചു. നഗരസഭാ തലത്തിൽ 1 ടീമിനെയും പറക്കോട് ബ്ലോക്കിൽ 3 ടീമുകളെയും മറ്റ് ബ്ലോക്കുകളിൽ 2 ടീമുകളെയും അധികം നിയോഗിച്ചെന്ന് ജില്ലാ കളക്ടർ. നിലവിൽ 8858 പേരാണ് സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റ് ലിസ്റ്റിലുള്ളത്.
ആലപ്പുഴ ജില്ലയിൽ 272 പേർക്ക് കൂടി കോവിഡ്, 256 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ, 16 പേരുടെ രോഗ ഉറവിടം അവ്യക്തം. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലയിൽ മദ്യനിരോധനം ഏർപ്പെടുത്തി. ഇന്ന് വൈകിട്ട് 6 മുതൽ പോളിംഗ് അവസാനിക്കുന്നതുവരെയും നിരോധനമുണ്ടാകും. വോട്ടെണ്ണൽ ദിവസം പൂർണ്ണമായി നിരോധനം ഏർപ്പെടുത്തി. ഇടുക്കി ജില്ലയിൽ 169 പേർക്ക് കൂടി കോവിഡ്, 145 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ 4 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളം ജില്ലയിൽ 474 പേർക്ക് കൂടി കോവിഡ്, 360 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 107 പേരുടെ രോഗ ഉറവിടം അവ്യക്തം. ജില്ലയിൽ 4 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 4 വർഷത്തിനിടെ കുറുപ്പംപടി, കോതമംഗലം, അങ്കമാലി പോലീസ് സ്റ്റേഷനുകളിൽ 10ഓളം കേസുകളിലെ പ്രതിയായ എറണാകുളം വേങ്ങൂർ സ്വദേശി ബേസിലിനെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. നടപടി ഓപ്പറേഷൻ ദാർഖണ്ഡിന്റെ ഭാഗമായി റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. തൃശൂർ ജില്ലയിൽ 476 പേർക്ക് കൂടി കോവിഡ്, 461 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിലുള്ളവരുടെ എണ്ണം 6617 അതിരപ്പള്ളി വിനോദ കേന്ദ്രം ഡിസംബർ 11 സന്ദർശകർക്ക് തുറന്നുകൊടുക്കാനുള്ള നടപടി പുരോഗമിക്കുന്നു. പ്രവേശന കവാടത്തിലും വെള്ളച്ചാട്ടത്തിന് സമീപവും അണുനാശിനി സംവിധാനം ഏർപ്പെടുത്തും. സന്ദർശകർക്ക് പ്രവേശന പാസ് ഓൺലൈൻ സംവിധാനം വഴി നൽകാനും തീരുമാനം. പാലക്കാട് ജില്ലയിൽ 341 പേർക്ക് കൂടി കോവിഡ്, 178 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 149 പേരുടെ രോഗ ഉറവിടം അവ്യക്തം. ജില്ലയിൽ 2 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറം ജില്ലയിൽ 664 പേർക്ക് കൂടി കോവിഡ്, 623 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 12 പേരുടെ രോഗ ഉറവിടം അവ്യക്തം. ജില്ലയിലെ ആരോഗ്യ പ്രവർത്തകരിൽ ഒരാൾക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറം മഞ്ചേരിയിൽ വയൽ നികത്തി കെട്ടിടം നിർമ്മിക്കാനുള്ള ശ്രമം പോലീസ് ഇടപെട്ട് തടഞ്ഞു. തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം പോലീസ് കേസെടുത്തു. ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയിൽ നിർമ്മാണം നടത്താൻ അനുമതി ലഭിച്ചതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് പോലീസ്. കോഴിക്കോട് ജില്ലയിൽ 561 പേർക്ക് കൂടി കോവിഡ്, 540 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 10 പേരുടെ രോഗ ഉറവിടം അവ്യക്തം. ജില്ലയിൽ 6 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കോഴിക്കോട് വടകരയിൽ ജനകീയ മുന്നണി അഴിയൂർ പഞ്ചായത്ത് കല്ലാമല, പന്നാട വാർഡുകളുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങി. കല്ലാമല കോവിക്കൽ റോഡിലെ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് കെ മുരളീധരൻ MP. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ അൻവർ ഹാജി അധ്യക്ഷനായി. വയനാട് ജില്ലയിൽ 213 പേർക്ക് കൂടി കോവിഡ്, 212 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 7 പേരുടെ രോഗ ഉറവിടം അവ്യക്തം. ജില്ലയിൽ 4 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. വനം വന്യജീവി സംരക്ഷണത്തിന് കൈകോർത്ത് അതിർത്തി സംസ്ഥാനങ്ങളിലെ വനപാലകർ. കേരള, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലെ വനപാലകർ 3 സ്ഥാനങ്ങളും കൂടിച്ചേർന്ന് ട്രൈ ജംഗ്ഷൻ മരഗദ്ദയിലെ യോഗത്തിലാണ് ഒന്നിച്ചു നീങ്ങാൻ തീരുമാനിച്ചത്. കാട്ടുതീ, നായാട്ട്, മാവോ, നക്സൽ സാന്നിധ്യം, വന്യജീവി സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായി. വയനാട്ടിലെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് അഭ്യർത്ഥിച്ചും ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേർന്നും കൂറ്റൻ നക്ഷത്രമുയർത്തി. LDF പ്രവർത്തകർ നക്ഷത്രമുയർത്തിയത് മുണ്ടേരി ടൗണിൽ 30 അടി ഉയരമുള്ള കൂറ്റൻ നക്ഷത്രമാണ് സ്ഥാനാർത്ഥികളുടെ ചിത്രത്തോടെ ഉയർത്തിയത്. കണ്ണൂർ ജില്ലയിൽ 223 പേർക്ക് കൂടി കോവിഡ്, 212 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ 7 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കണ്ണൂർ തളിപ്പറമ്പിൽ 9 വയസ്സുകാരെ പീഡിപ്പിച്ച വയോധികൻ 5 വർഷം തടവും 20,000 രൂപ പിഴയും വിധിച്ച് കോടതി. തളിപ്പറമ്പ് ഫസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷ വിധിച്ചത് എരുവേശി സ്വദേശി ബേബിക്ക്. 2016 മാർച്ച് 15 കേസിനാസ്പദമായ സംഭവം. കണ്ണൂർ തളിപ്പറമ്പ് നഗരസഭയിലെ 7ാം മൈൽ പോളിംഗ് ബൂത്ത് ഹൈപ്പർ സെൻസിറ്റീവ് ആക്കി ഹൈക്കോടതി ഉത്തരവ്. തീരുമാനം UDF സ്ഥാനാർത്ഥി മറിയം B നൽകിയ റിട്ട് ഹർജിയിന്മേൽ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബൂത്തിന് സമീപത്തുണ്ടായ സംഘർഷത്തിൽ ലീഗ് പ്രാദേശിക നേതാവ് KVM കുഞ്ഞി കൊല്ലപ്പെട്ടിരുന്നു. കണ്ണൂർ തളിപ്പറമ്പിൽ ഭാര്യാമാതാവിനെ തലക്കടിച്ച് പരുക്കേൽപ്പിക്കുകയും വീടിന് തീ വയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്ത യുവാവ് പിടിയിൽ. തളിപ്പറമ്പ് പോലീസിന്റെ പിടിയിലായത് കുറ്റിക്കോലിലെ മുഹമ്മദ് റാഷിദ്. പ്രതി ഏറെക്കാലമായി ലഹരിക്കടിമയാണെന്ന് പോലീസ്. കണ്ണൂർ തളിപ്പറമ്പിൽ പട്ടയമില്ലാത്ത ഭൂമി വ്യാജ നമ്പർ ഉപയോഗിച്ച് വിൽപ്പന നടത്തിയ സംഭവത്തിൽ 2 പേർക്കെതിരെ കേസ്. ആടിക്കുംപാറ സ്വദേശിനി ആമിന, വായാട്ട് സ്വദേശിനി സൈനബ എന്നിവർക്കെതിരെയാണ് കേസ്. 2019 മാർച്ചിലാണ് കേസിനാസ്പദമായ സംഭവം. കണ്ണൂർ ഇരിട്ടിയിൽ ഓൺലൈൻ വിൽപ്പന കേന്ദ്രത്തിൽ നിന്ന് മോഷണം പോയ ഫോണുകൾ പോലീസ് കണ്ടെടുത്തു. 31 മൊബൈൽ ഫോണുകളും ക്യാമറയുമാണ് മോഷണം പോയത്. കൊട്ടിയൂർ സ്വദേശി ജിസ്പിൻ ഷാജി കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. 1ാം പ്രതി ജുനൈദ് ഒളിവിൽ. കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥിയെ ഭീഷണിപ്പെടുത്തിയ CPIM പ്രവർത്തകനെതിരെ കേസെടുത്തു. ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും പ്രചാരണ ബോർഡ് എടുത്തുകൊണ്ടുപോയെന്നും പരാതി. ബോർഡ് വച്ച് പ്രചാരണം നടത്താനാണ് ലക്ഷ്യമെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ലെന്ന് വനിതാ സ്ഥാനാർത്ഥിയോട് പറയുന്ന ശബ്ദരേഖ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കണ്ണൂർ മട്ടന്നൂർ വെമ്പടിയിൽ 20 ലിറ്റർ വ്യാജമദ്യവുമായി ഒരാൾ പിടിയിൽ. എക്സൈസിന്റെ പിടിയിലായത് വസന്തകുമാർ. അറസ്റ്റ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയ്ക്കിടെ.
കണ്ണൂർ പാനൂരിൽ വാഹനാപകടത്തിൽ പരുക്കേറ്റ സ്ത്രീ മരിച്ചു. പാലക്കൂൽ സ്വദേശിനി മൊട്ടമ്മേൽ റാബിയാണ് മരിച്ചത്. അപകടം നിയന്ത്രണം വിട്ട കാറും ഓട്ടോയും കൂട്ടിയിടിച്ചു. കാസർഗോഡ് ജില്ലയിൽ 75 പേർക്ക് കൂടി കോവിഡ്, 72 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. വിദേശത്ത് നിന്നെത്തിയ 3 പേർക്കും ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചു. കാസർഗോഡ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ബേഡെടുക്ക പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികൾക്ക് ആന്റിജൻ പരിശോധന. തീരുമാനം അമ്പിലാടി പട്ടികവർഗ കോളനിയിൽ കോവിഡ് വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ ബേഡെടുക്ക താലൂക്ക് ആശുപത്രിയിൽ പരിശോധന നടത്തും. കാസർഗോഡ് ജില്ലയിൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് പൈപ്പിലൂടെ പാചകവാതകം എത്തിക്കുന്ന പദ്ധതിക്ക് തുടക്കമാകുന്നു. ആദ്യഘട്ടം പദ്ധതി നടപ്പിലാക്കുക കാഞ്ഞങ്ങാട് നഗരസഭാ പ്രദേശത്ത്. തുടർന്ന് ജാനൂർ പഞ്ചായത്തിലും വീടുകളിൽ പ്രകൃതിവാതകം എത്തിക്കും. സമരം ചെയ്യുന്ന കർഷകർക്ക് ഐക്യദാർഢ്യവുമായി കാസർഗോഡ് ടൗണിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. പരിപാടി ഉദ്ഘാടനം ചെയ്തത് സംയുക്ത ട്രേഡ് യൂണിയൻ ജില്ലാ കൺവീനർ TK രാജൻ. പരിപാടിയിൽ ഷെരീഫ് കൊടവഞ്ചി അധ്യക്ഷനായി. ഫാക്ട് ചെക്ക്. ദക്ഷിണ കൊറിയ ആവശ്യത്തിലധികം ചൈനീസ് നിർമ്മിത കോവിഡ് വാക്സിൻ ശേഖരിച്ചതായി വ്യാജ പ്രചാരണം. 45 മില്യൺ ജനങ്ങൾക്കായി വാക്സിൻ ശേഖരിച്ചുവെന്ന് പ്രസിഡന്റ് മൂൺ ജെ-ഇൻ പ്രഖ്യാപിച്ചുവെന്ന് വ്യാജ വാർത്ത. ചൈനീസ് വിദേശകാര്യമന്ത്രി നവംബറിൽ ദക്ഷിണ കൊറിയ സന്ദർശിച്ചപ്പോൾ ഉണ്ടാക്കിയ കരാർ പ്രകാരമാണ് വാക്സിൻ ശേഖരിച്ചതെന്നാണ് വ്യാജ പ്രചാരണം. യഥാർത്ഥത്തിൽ വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനവേളയിൽ കോവിഡ് വാക്സിൻ ചർച്ചയായില്ല. രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന കർഷക പ്രക്ഷോഭത്തിനിടെ ഹിന്ദുവിരുദ്ധ മുദ്രാവാക്യം വിളിച്ചതായി വ്യാജ പ്രചാരണം. പ്രചരിക്കുന്നത് 2018 കർഷക പ്രക്ഷോഭത്തിലെ ദൃശ്യങ്ങൾ. ഇനിയിപ്പോൾ കിട്ടിയത് കോവിഡ് വാക്സിൻ വിതരണത്തിൽ പഞ്ചാബിന് മുൻഗണന നൽകണമെന്ന് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്. ഇക്കാര്യം ഉന്നയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ക്രിക്കറ്റ് താരം യുവരാജ് സിംഗിന്റെ പിതാവ് യോഗരാജ് സിംഗിന് വക്കീൽ നോട്ടീസ് അയച്ച ഡൽഹി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി നേതാവ്. സമൂഹമാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പരാമർശം നടത്തിയതിനാണ് നടപടി. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ഭൂകമ്പം. റിക്ടർ സ്കെയിലിൽ 4.3 തീവ്രത രേഖപ്പെടുത്തി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രമുഖ ഗോൾഫ് കമന്റേറ്റർ പീറ്റർ ആലിസ് അന്തരിച്ചു. 89 വയസ്സായിരുന്നു. വോയിസ് ഓഫ് ഗോൾഫ് എന്നാണ് ആരാധകർ അഭിസംബോധന ചെയ്തിരുന്നത്. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി. FC ഗോവ 1-3 ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തി.